പറയാൻ പറ്റുന്നില്ല. എല്ലാവരെയും കൂടി കണ്ടിട്ട് സ്കൂളിലേക്ക് തിരിച്ചു വരുന്ന ഓർമ്മയിലാണ് നിൽക്കുന്നത്. എനിക്ക് ശരിക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് അലുമിനി എന്തായിരുന്നു ഉദ്ഘാടനം? പട്ടം സ്കൂളിൻ്റെ അലുമിനി അസോസിയേഷൻ ഞാൻ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. എനിക്ക് പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഇവിടുത്തെ കുട്ടികൾ കേൾക്കാൻ വേണ്ടി മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ കൂടി ഒരു സന്തോഷത്തിനാണ് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയും, എനിക്ക് വീണ്ടും എൻ്റെ സ്കൂളിലേക്ക് എനിക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ തോന്നാറില്ല. എനിക്ക് എപ്പോഴും +2 വരെ ഞാനിവിടെ പഠിച്ച സമയം വീണ്ടും പഠിക്കണം, എനിക്ക് വീണ്ടും സ്കൂളിൽ 17 വയസ്സാകുമ്പോൾ വീണ്ടും 5 വയസ്സിലേക്ക് പോയിട്ട് വീണ്ടും ഈ സ്കൂളിലേക്ക് വരണം. അത്രയും അടുപ്പമുള്ളൊരു സ്കൂളാണെന്ന് ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ പറയാം. എനിക്ക് എൻ്റെ കൂട്ടുകാർ, സ്കൂളിൽ പഠിച്ച കൂട്ടുകാരല്ല, വലുതായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഈ സ്കൂളിൽ പോകണ്ട എന്നുള്ള ആഗ്രഹമുള്ളവരാണ്. പക്ഷെ ഞാൻ എൻ്റെ കൂടെ പഠിച്ച കുറേ കുട്ടികളുണ്ട്. ഞങ്ങളെല്ലാവരും എപ്പോഴും പറയും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും തിരിച്ച് സ്കൂളിലെ സമയത്തേക്ക് എത്തണം. അതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ അന്നത്തെ ടീച്ചേഴ്സാണ്. ഇങ്ങനെ പഠിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്കൂൾ, അല്ലെങ്കിൽ അങ്ങനത്തെ മാത്രം ചിന്തകളിൽ ഒതുങ്ങി കൂടിയ ഒരു സ്കൂളായിരുന്നില്ലേ എൻ്റെ പ്രിയപ്പെട്ട സംസ്കൃതം പഠിപ്പിച്ച ചന്ദ്രയ ടീച്ചർ, അല്ലെങ്കിൽ അതുപോലെ എൻ്റെ കെമിസ്ട്രി ടീച്ചർ ഏലിയാമ്മ ടീച്ചറാണെങ്കിലും ഹിസ്റ്ററി ടീച്ചർ നന്ദി ടീച്ചറാണെങ്കിലും ഇവിടെ വന്നിരിക്കുന്നവർ മാത്രമല്ല, പഠിക്കുന്നതിനും ഉപരിയായിട്ട് അല്ലെങ്കിൽ അതിന് പുറത്തായിട്ടൊരു ലോകമുണ്ടെന്നും നമ്മളീ പഠിക്കുന്നതെല്ലാം അത്തരം ചിന്തകളെ വളർത്തുന്നതും നമ്മുടെ മനസ്സ് വികസിപ്പിക്കുന്നതാണെന്നും പലതരത്തിലും പറഞ്ഞു തരുന്ന ടീച്ചേഴ്സായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അഭിനയിക്കാൻ തന്നെ തുടങ്ങാൻ ഒരു കാരണം എൻ്റെ ചന്ദ്രയ ടീച്ചറാണ്. ടീച്ചർ ഞങ്ങളെല്ലാവരെയും എന്താ പറയുക, ഒരു വളരെ സ്വാർത്ഥമായ മത്സരബുദ്ധിയല്ല, എന്നാൽ എല്ലാവരെയും കൂടെയുള്ളവരെയും സ്നേഹത്തോടെ അനുകമ്പയോടെ കണ്ടുകൊണ്ട് എന്നാൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന പഠിക്കുന്ന കാര്യങ്ങൾ, പലതരത്തിലുള്ള പഠനങ്ങളുണ്ടല്ലോ. ഈ ഒരു സബ്ജക്റ്റ്, ഒരു വിഷയം പഠിക്കുന്നതിനോടൊപ്പം തന്നെ പലതരത്തിലുള്ള പഠനങ്ങളുണ്ട്. എങ്ങനെ നമുക്കൊരു കാര്യം പങ്കുവയ്ക്കാം, എങ്ങനെ സന്തോഷം പങ്കുവയ്ക്കാം, സങ്കടം പങ്കുവയ്ക്കാം. അങ്ങനെ ഒരു വ്യക്തിത്വത്തിനെ ഏറ്റവും കൂടുതൽ എൻ്റെ വ്യക്തിത്വത്തിനെ മിഴിവ് ഉണ്ടാക്കാൻ സഹായിച്ചിട്ടുള്ളത് ഈ സ്കൂളിലെ എൻ്റെ ടീച്ചേഴ്സും എൻ്റെ കൂട്ടുകാരും തന്നെയാണ്. ഞങ്ങളെപ്പോഴും എല്ലാവരും കൂടി ഇവിടെ വരണമെന്നും, പക്ഷേ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അല്ലായിരുന്നു ഈ സ്റ്റേജ്, അല്ലെങ്കിൽ ഇതൊരു മണ്ണുള്ള ഗ്രൗണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മാറ്റങ്ങൾ നല്ലതാണെങ്കിലും പെട്ടെന്ന് ആ മാറ്റം നമുക്ക് ഉൾക്കൊള്ളാനും പാടാണ്. ഞാൻ 1ാം ക്ലാസ് പഠിച്ച ക്ലാസ്സുകളൊന്നും ഇവിടെ ഇല്ല, അല്ലെങ്കിൽ 7ാം ക്ലാസ് പഠിച്ചത് 6 പഠിച്ചതൊന്നും ഇല്ല. അവിടെയൊക്കെ വേറെ കെട്ടിടങ്ങളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അത് നല്ലതാണ് ഒരു തരത്തിൽ. ഈ പറഞ്ഞത് ഞാൻ വിചാരിക്കുന്നു, അയ്യോ കുട്ടികൾക്ക് ഈ സമയത്ത് അസംബ്ലി നിൽക്കണമെങ്കിൽ വെയിലായിരിക്കുമല്ലോ എന്ന് ഞാൻ വരുമ്പോൾ ആലോചിക്കുക. അപ്പം ഇവിടെ ഇപ്പം വെയിലില്ലാത്തൊരു സാധനമുണ്ട്, അന്ന് കുട്ടികളൊക്കെ തലകറങ്ങി വീഴും. അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടുത്തെ പ്രിൻസിപ്പൽ സാർ പലതവണ എന്നെ വിളിച്ചിരുന്നു. ഞാൻ വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇങ്ങനെ ഒരു വലിയ പരിപാടിക്കായിട്ടല്ല വരാൻ ആഗ്രഹിച്ചത്. ഞങ്ങളെല്ലാവരും കൂടി കൂട്ടുകാരെല്ലാം കൂടി ഇവിടെ വരികയും നമ്മുടെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഇവിടെ അടുത്താണ് താമസിക്കുന്നത്, അപ്പോൾ അവരെയൊക്കെ കാണണം, അങ്ങനെയാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ വരുമ്പോൾ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും അത് എനിക്ക് ഉൾക്കൊള്ളാവുന്നതിന് മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്. അന്നത്തെ എൻ്റെ പ്രിൻസിപ്പളായിരുന്നു ചന്ദ്ര ടീച്ചർ കൂടി ഉണ്ട്, എൻ്റെ സംസ്കൃതം ടീച്ചർ ചന്ദ്ര ടീച്ചറുണ്ട്, ഏലിയാമ്മ ടീച്ചർ. ഇവരെയൊക്കെ ഞാൻ എന്നും ഓർക്കുന്ന, എൻ്റെ ഫിസിക്സിൻ്റെ ഏലിയാമ്മ ടീച്ചറുടെ ഇല്ലാന്ന് തോന്നുന്നു. അതുപോലെ ചെമ്മീല ടീച്ചർ, ഞാൻ അവരെയൊക്കെയാണ് ഇപ്പോൾ ഓർക്കുന്നത് ഈ സമയത്ത്. ഞങ്ങളുടെ കൂടെ പഠിച്ച ഇതുപോലെ ഒരുപാട് കലാപരമായിട്ട് പഠിക്കുന്ന കാര്യത്തിൽ വളരെ മിടുക്കിയായിട്ടൊരു കുട്ടിയുണ്ടായിരുന്നു, സ്വാതി. അടുത്തിടെ ആൾ നമ്മളെ വിട്ടു പോയി. ഞങ്ങളെല്ലാവരും ഇപ്പോഴും എൻ്റെ മുതിർന്ന ചേച്ചിമാരാണെങ്കിലും എൻ്റെ ഇളയ ആൾക്കാരാണെങ്കിലും ഒരു 10 വർഷം ഉണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോഴും ബന്ധം സൂക്ഷിക്കണം, ഇപ്പോഴും എല്ലാം സംസാരിക്കുന്ന കൂട്ടുകാരാണ്. ടീച്ചേഴ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും സ്കൂളിലെ കാര്യങ്ങളാണെങ്കിലും പറയുന്ന. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ അടുത്ത് എൻ്റെ മനസ്സിലുള്ളത്, നിങ്ങളൊക്കെ അങ്ങനത്തെ ഒരു കൂട്ട് സൂക്ഷിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു കാര്യം അങ്ങനത്തെ സുഹൃത്ത് ബന്ധങ്ങളാണ്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയോ എന്ത് വിഷമം ഉണ്ടാകുമ്പോഴും നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന അങ്ങനത്തെ നല്ല സുഹൃത്ത് ബന്ധങ്ങളാണ്. എനിക്കത് ഏറ്റവും കിട്ടിയിട്ടുള്ളത് ഈ സ്കൂളിൽ നിന്നാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളും ടീച്ചേഴ്സും നിങ്ങളുടെ ഇടയിലൊക്കെ അതേ ബന്ധം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. തന്മയായും തമന്നയും രണ്ടുപേരെയും കാണുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട് സ്കൂൾ ഇപ്പം എങ്ങനെയാണ്. അപ്പോൾ അവരുടെ അനുഭവത്തിൽ ഇപ്പോഴും എൻ്റെ ടീച്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് പോയി, ഇപ്പോൾ ഉള്ള ടീച്ചേഴ്സും അങ്ങനെയാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സന്തോഷം, ഇനിയും അങ്ങനെ സ്കൂളിലെ
തുടർന്നു പോകാൻ കഴിയട്ടെ. കുട്ടികളെ പഠിക്കുന്നതിനോടൊപ്പം തന്നെ മനസ്സ് വികസിപ്പിക്കാനുള്ള മറ്റ് പല പല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും അവരെ സപ്പോർട്ട് ചെയ്യാനും സ്കൂളിന് കഴിയട്ടെ എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന സ്കൂളിൽ നിന്ന് പഠിച്ചതാണ്. എനിക്കത് എത്ര പറഞ്ഞാലും മതിയാവില്ല. എല്ലാവരോടും എൻ്റെ ടീച്ചേഴ്സിനോടൊക്കെ ഒരുപാട് നന്ദി, ഞങ്ങളെ ഇത്ര നന്നായിട്ട് വളർത്തിയത്.